ഹലോ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒമാനിൽ പോവാട്ടോ. സലാല ഖരീഫ് സീസണിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഇത്ര നേരം വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ടെൻഷൻ കൊണ്ടായിരുന്നു. ബോർഡർ ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ടെൻഷൻ കൊണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ബോർഡറൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് എത്തി, ഒമാനിലേക്ക് എത്തി. ഭയങ്കര സന്തോഷം. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒമാനിലേക്ക് പോകുന്നതിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ട്. നൈത്തു ഇതാ ഉറങ്ങി എഴുന്നേറ്റ്. അനീഷയുണ്ട്. എന്താണ് പറയാനുള്ളത്? കോയെ വായിച്ച് ഇവരെന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നു, അത് ഓർമ്മയ്ക്കായവർക്കാണ് എന്നു. ടീംസിന് എന്താ പറയാനുള്ളേ? ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഒമാനിൽ പോകുമ്പോ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മൈക്കുണ്ടല്ലേ, സോറി. ഇപ്പം ഒമാനിൽ കയറി മുന്നിലുള്ള ഈ മലകളൊക്കെ കാണുന്ന സമയത്ത് തന്നെ പണ്ടത്തെ അത് 2016 ഒമാൻ ലൈഫ് ഓർമ്മ വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ പറയുന്നതായിരിക്കും. എന്താണ് പറയാനുള്ളത്? കാണാൻ പോവല്ലേ, അപ്പൊ പിന്നെ എന്താണ് ഇനി കൂടുതൽ പറയാനൊന്നുമില്ല. നമ്മളിനി ഫുൾ വീഡിയോ സ്റ്റേ ട്യൂൺ. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നര മണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റ് ഇവര് മുന്നിലിരുന്നിച്ച് കഥ പറയലായിരുന്നു. നമ്മൾ കൂർക്കം വലിക്കുന്നു പറയുന്ന കേട്ടു, പക്ഷെ വിശ്വസിക്കില്ല. കാരണം ഞാൻ കൂർക്കം വലിക്കുന്നത് വെൻതാട്ടിനും ഉറങ്ങി, നന്നും ഉറങ്ങി. ഇപ്പൊ വാട്ടർമെലൻ കഴിയുന്നു. ഇത് ഞാനും ഇവിടെ കിടന്നിട്ട് ഇവിടെ കിടന്നുറങ്ങി. എന്ന മേത്തായ കാൽ നേരെ വെച്ചിരിക്കുന്നു. ആരെങ്കിലും നിസ്വ ടു സലാല റോഡ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ ലേഡീസിനൊക്കെ നല്ല നീറ്റുള്ളൊരു ടോയ്ലറ്റ് നമ്മളിപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്ര നേരം വന്നതിൽ കയറിയ റെസ്റ്റോറൻറ്റിൻ്റെ ടോയ്ലറ്റിലായി കഴിഞ്ഞാലും അതിനേക്കാളൊക്കെ നല്ല നല്ല വൃത്തിയുള്ളൊരു ടോയ്ലറ്റാണ്. അപ്പോൾ ആരെങ്കിലും ഇതുവഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ കയറാൻ പറ്റിയ നല്ലൊരു വാഷ്റൂം ആട്ടോ. ദൂരത്ത് നിന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു വാഷ്റൂം പോലെ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഒന്നുമല്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് കയറുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഞങ്ങളങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ കയറി ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. മജ്ബൂസ് പറഞ്ഞു, ഡബിൾ ഓംലെറ്റ് കഴിച്ചു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ ഹൈമാ റോഡിലും കൂടെ പോവായിരുന്നു. എനിക്ക് അങ്ങനെ വലിയ പൊടിക്കാറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. നല്ല റോഡൊക്കെ ആയിരുന്നു. പക്ഷെ ഈ പറയുന്ന മാതിരി തലങ്ങും വിലങ്ങും. ഞങ്ങൾ അടുത്ത് കണ്ടൊരു പെട്രോൾ പമ്പിൽ കയറി എണ്ണയൊക്കെ അടിച്ചു. പിന്നെ ഒന്ന് രണ്ട് ഗ്രോസറിയൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് വാങ്ങി. എന്താ വെച്ചാൽ സലാലയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്താലോ എന്ന് വിചാരിച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു. അവിടുന്ന് കോഫിയൊക്കെ കുടിച്ചു, ഒന്ന് ഫ്രഷായി. എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ സലാലയിൽ എത്തിയിട്ടുണ്ട്. ഫുള്ള് കോടമഞ്ഞായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ കോടമഞ്ഞിലൊക്കെ പാടിയിട്ടുള്ള പോക്കായിരുന്നു. പിന്നെ കോടമഞ്ഞിൽ താഴ്വരയിൽ രാത്രി മഞ്ഞ് പൂക്കുമ്പോൾ അത്ര അറിയുള്ളൂ. ബാക്കി വാതിൽ തുറന്നതാരാണ്, ഒരു നൂറിഷ്ടം കാതിൽ ചെന്നതാരാണ്. കോടമഞ്ഞിൽ ഓഹോയ്, താഴ്വരയിൽ ഓഹോയ്, രാത്രി മഞ്ഞ് പൂക്കുമ്പോൾ ലാലല്ലാ ലാലല്ലാ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ മസ്കറ്റിലുള്ള സമയത്ത് ഇതുപോലെ വ്യൂ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പേര് ഓർമ്മയില്ല, പക്ഷേ നമ്മളവിടെ പോകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട്. ഇനി അവിടെ പോകണമെന്നില്ല, കാരണം അത്രയും നല്ല വ്യൂ നമ്മൾ മലയിറങ്ങുമ്പോൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ വന്നിട്ട് എന്താ പറയുക, റൂമൊക്കെ ഒന്ന് സെറ്റാക്കി കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നിനും നമുക്ക് ടൈമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാ ദിവസവും ഇനി എന്താ പറയുക, ഡേ 1 ഡേ 2 അങ്ങനെ വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.